കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഛായാഗ്രഹകൻ സമീർ താഹിറും പ്രതി. കേസിൽ എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചു. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് മറ്റു പ്രതികൾ. സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിലാണ് ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും എക്സൈസ് പിടികൂടുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ എക്സൈസ് നൽകുന്ന വിവരമനുസരിച്ച് ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത്? അത് എത്ര വലിയ ശിക്ഷയ്ക്ക് വരെ പോകാവുന്ന കുറ്റങ്ങളാണ്? ഇത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട കുറ്റമാണ്. 1.6 ഗ്രാം കഞ്ചാവാണ് ഈ പ്രതികളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അത് 1 കിലോ വരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാം എന്നുള്ളതാണ് നിയമപ്രകാരം ഉള്ള നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ. അങ്ങനെ തന്നെയാണ് ഇത് അന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതാണ്. കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ സമീർ താഹിറിനെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട് എന്നാണ്. 6 മാസത്തിന് ശേഷമാണ്, കഴിഞ്ഞ ഏപ്രിലാണ് ഈ പറഞ്ഞതുപോലെ 1.6 ഗ്രാം കഞ്ചാവോട് കൂടി ഖാലിദ് റഹ്മാനെയും അതുപോലെ അഷ്റഫ് ഹംസയും സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നും പിടികൂടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സമീർ താഹിർ കൂടി അറിഞ്ഞിട്ടാണ് ഇങ്ങനെ ലഹരി ഉപയോഗത്തിനായി ഫ്ളാറ്റ് വിട്ടുകൊടുത്തത്, അല്ലെങ്കിൽ തന്റെ ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്ന് സമീർ താഹിർ കൂടി അറിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് സമീർ താഹിറിനെ കൂടി പ്രതി ചേർത്തിട്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. 1.6 ഗ്രാം എന്ന് പറയുന്നത് ചെറിയ അളവ്, അതായത് സ്വന്തം ഉപയോഗത്തിന് ഉള്ളത് എന്നുള്ള കണക്കിലാണ് സാധാരണയായി എക്സൈസ് നിയമത്തിൽ പെടുത്തുന്നത്. അങ്ങനെയാണ് അതിൽ 999 ഗ്രാം വരെ ഈ ഒരു കാറ്റഗറിയിൽ, അതായത് 1 ഗ്രാം മുതൽ 999 ഗ്രാം വരെ ഈ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. 1 കിലോയ്ക്ക് മുകളിലോട്ടാണ് ജാമ്യമില്ലാത്ത വകുപ്പുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുള്ളത്. നിലവിലെന്തായാലും ഇത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട് അയച്ച കേസ് തന്നെയാണ്. അതിൽ കുറ്റപത്രം സമർപ്പിച്ചത് 6 മാസത്തിന് ശേഷമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്ത അന്ന്, അതായത് ഇവരെ ചോദ്യം ചെയ്ത സമയത്ത് പുറത്തുനിന്ന് വിദേശത്തുള്ള ഒരു യുവാവിനെ പറ്റി ഇവർ പോലീസിനോട്, എക്സൈസിനോട് പറഞ്ഞിരുന്നു. അതേസമയം അത് സ്ഥിരീകരിക്കാൻ, അതിൽ തെളിവുകൾ കണ്ടെത്താൻ എക്സൈസിന് കഴിഞ്ഞില്ല. നവീൻ എന്ന് പറയുന്ന ഒരു യുവാവാണ് ഈ ലഹരി വസ്തു എത്തിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി, ഒരു വെളിപ്പെടുത്തൽ കൂടി അവർ എക്സൈസിനോടൊപ്പം നടത്തിയിരുന്നതാണ്. അതേസമയം ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്ത കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഈ സമീർ താഹിറിന്റെ അറിവോടുകൂടിയാണ്, സിനിമാ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഖാലിദ് റഹ്മാനും അതുപോലെ അഷ്റഫ് ഹംസയും ഈ ഫ്ളാറ്റിലെത്തുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിൻ്റെ സമയത്ത് തന്നെയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നത്. അത് രഹസ്യവിവരത്തെ തുടർന്നാണ് അന്ന് ഇവിടുത്തെ കൊച്ചിയിലെ എക്സൈസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നതും ഈ ചെറിയ, അതായത് ഈ തൂക്കത്തിനുള്ള അളക്കാനുള്ള ത്രാസും അതുപോലെ ഹുക്ക പോലത്തെ വലിക്കാനുള്ള സംവിധാനങ്ങളുമൊക്കെ കയ്യിൽ നിന്നും കണ്ടെത്തുന്നത് അവിടെ നിന്നും അങ്ങനെ ഉണ്ടായിരുന്ന പരിശോധനയിലാണ്. എന്തായാലും ഈ 6 മാസത്തിന് ശേഷം, കഴിഞ്ഞ ഏപ്രിലാണ് ഈ സംഭവം നടക്കുന്നത്. 6 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ സമീർ താഹിറും അതുപോലെ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഉൾപ്പെടെ 3 പ്രതികളാണുള്ളത്. തല്ലുമാല, അതുപോലെ ആലപ്പുഴ ജിംഖാന തുടങ്ങിയ നിരവധി സിനിമകളുടെ സംവിധായകനാണ് ഈ ഖാലിദ് റഹ്മാൻ. ഉറപ്പായിട്ടും ഈ ചലച്ചിത്ര രംഗത്തെ, സിനിമാ ലോകത്തെ ഈ ലഹരി ഉപയോഗം വലിയ തോതിൽ ചർച്ചയായപ്പെടുന്ന ഒരു സമയത്തായിരുന്നു ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുന്നതും അവിടെ ഇങ്ങനെ ഈ സംവിധായകരെ പിടികൂടുന്നതും സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്ന്. ഇപ്പോൾ എക്സൈസിന്റെ കുറ്റപത്രം അനുസരിച്ച് സമീർ താഹിറിന്റെ അറിവോടുകൂടിയാണ് ഈ അവിടെ ലഹരി ഉപയോഗം, ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ഉപയോഗം നടന്നത് എന്ന് വ്യക്തമാവുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇടനിലക്കാരനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എവിടെ നിന്ന് ഈ ലഹരി വന്നു, എവിടെ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു എന്നുള്ളതിൽ ഒരു വിവരവുമില്ല, ഒരു സൂചനയുമില്ല. അപ്പോൾ ഇടനിലക്കാരനിലേക്കോ അല്ലെങ്കിൽ വന്ന വഴിയെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഈ അന്വേഷണം ഏത് തരത്തിലാണ് പൂർണ്ണമാവുക? ചോദ്യമാണ് എൽദോ. പ്രത്യേകിച്ചും ഇടനിലക്കാരൻ്റെ ഒക്കെ വിവരങ്ങൾ അന്ന് ഈ പിടിയിലായ പ്രതികൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ തന്നെയാണ് നവീൻ എന്ന് പറയുന്ന ഒരു യുവാവ് ആണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്തത് എന്നുള്ള വിവരങ്ങളൊക്കെ എക്സൈസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ആളായിരുന്നോ അതല്ലെങ്കിൽ എവിടെ നിന്നാണെന്നോ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊന്നും ശേഖരിക്കാൻ എക്സൈസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു. അതായത് ഈ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ, ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസയും ചോദ്യം ചെയ്തപ്പോൾ ഇവരെ കഞ്ചാവ് എത്തിച്ചു കൊടുത്തത് ഇങ്ങനെ ഒരു യുവാവായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം വിദേശത്തായിരുന്നു എന്നും പറയുന്നുണ്ട്. അത് ആ സമയത്തും വിദേശത്തുണ്ടായിരുന്ന ഒരാളുടെ ഇൻവോൾവ്മെന്റ് വളരെ ചർച്ചയായതാണ്. ഈ എൽദോ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകൾ വലിയ ചർച്ചയായിരുന്ന സാഹചര്യത്തിലാണ്
ഈ 1.6 ഗ്രാം എന്ന് പറയുന്ന അളവിലുള്ള കഞ്ചാവ് പിടികൂടുന്നത്. ആ സമയത്ത് അത് ഒരു ചെറിയ അളവിലുള്ള കഞ്ചാവാണ്, അല്ലെ ചെറിയ അളവിലുള്ള ലഹരി ഉപയോഗമല്ലേ എന്നുള്ള വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു കാലഘട്ടം, ഈ ഒരു സമയം, അതായത് ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൻ്റെ വ്യാപ്തി പുറത്തു വരുന്ന ഓരോരോ സാഹചര്യങ്ങളായി പുറത്തു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ ഒരു സമയത്ത് അത് പിടിച്ചതിന് അത്ര അത് പ്രത്യേകിച്ചും ഈ അറിയപ്പെടുന്ന യുവ സംവിധായകരുടെ പക്കൽ നിന്നും ഈ കഞ്ചാവ് എടുത്ത ഒരു സാഹചര്യം, ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത ഒരു സാഹചര്യം വലിയ ചർച്ചയാകാനുള്ള കാരണവും അതാണ്. ആ ഒരു സമയത്ത് സിനിമാ മേഖലയിലെയും സിനിമാ സെറ്റുകളിലെയും ഒക്കെ കഞ്ചാവ് ഉപയോഗങ്ങൾ, ലഹരി ഉപയോഗങ്ങൾ വളരെ വ്യാപകമായി ചർച്ച ചെയ്തിരുന്ന ഒരു സമയം കൂടിയാണ്. അതേസമയം ഈ പറയുന്ന 1.9 എന്ന് പറയുന്ന ചെറിയ അളവിലുള്ളതല്ലേ എന്നുള്ള ചോദ്യങ്ങളും പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഈ പറഞ്ഞതുപോലെ 1 ഗ്രാം മുതൽ 999 ഗ്രാം വരെ പിടിക്കപ്പെടുന്നതും ക്രൈം തന്നെയാണ്. അതുപോലെ അതിന് മുകളിലോട്ടുള്ളതും ഇത് രണ്ടും, അതായത് ആദ്യത്തേത് പേഴ്സണൽ ആവശ്യത്തിനും രണ്ടാമത്തത് ഈ ബിസിനസ് ആവശ്യത്തിനും എന്നുള്ള കാറ്റഗറിയിലേക്കാണ് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാറ്റഗറിക്ക് റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ജയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. ജാമ്യമില്ലാത്ത വകുപ്പിൽ തന്നെയാണ് പെടുന്നത്. ഇത് പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ ഉദ്യോഗസ്ഥനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ലഹരി ഉപയോഗമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അതും സമൂഹത്തിൽ എത്രമാത്രം പ്രമുഖരായി നിൽക്കുന്ന 3 പേരാണ് അതിൽ പ്രതികളാവുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. സമീർ താഹിറിന്റെ ഫ്ളാറ്റിലായിരുന്നു. സമീർ താഹിറിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ ലഹരി ഉപയോഗം അവിടെ നടന്നത് എന്ന് വ്യക്തമാക്കുകയാണ് എക്സൈസിന്റെ കുറ്റപത്രം. ഇത് കോടതിയിലെത്തി. അത് ഏതാണ്ട് 1 വർഷം വരെ മാത്രം തടവ് ലഭിക്കാൻ കഴിയുന്ന ഒരു കുറ്റമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. എന്നാലും നമുക്ക് കാത്തിരിക്കാം അതിൻ്റെ വരും വാർത്തകൾക്കായി. ഈ ദിവസങ്ങളിൽ തന്നെ ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ ചേർന്നത്.